ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സ്പീക്കറാണ്. അഹൂജയുടെ ആ ഒരു കമ്പനിയുടെ സ്പീക്കറാണ്. അപ്പോൾ ആമസോൺ പർച്ചേസ്ഡ് ആയിട്ടുള്ളതാണിത്. അഹൂജ BTA 550 അതാണ് ആ ഒരു സ്പീക്കറിൻ്റെ മോഡല്. വയർലെസ് ആണ്, പിന്നെ ബ്ലൂടൂത്ത് ഉള്ള ഒരു സ്പീക്കറാണ്, പോർട്ടബിൾ ആയിട്ടുള്ളതാണ്. ഇത് കൺസ്യൂം ചെയ്യുന്നത് 30 വാട്ടാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 12,600 രൂപ. ഇത് സൈറ്റിൽ കൊടുത്തേക്കുന്നത് 14,000 ആണ്. പിന്നെ നമ്മളിത് പർച്ചേസ് ചെയ്തത് 12,600 രൂപയ്ക്കാണ്. ഇതിൻ്റെ ഒരു ഡയമെൻഷൻസ് പറയുകയാണെങ്കിൽ 30 × 35 × 50 അങ്ങനെയാണ് ആ ഒരു സെൻറ്റിമീറ്റർ സ്കെയിൽ വരുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ നമുക്ക് കാണാം. ഇതിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അവർ വിവരിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത്. ഇതിൽ വരുന്ന പാർട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ട്. റിമോട്ട് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഒരു കണക്ടറുണ്ട്. ഇതാണ് കണക്ടർ. പിന്നെ ഉള്ളത് മൈക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരു ഹോൾഡറാണ്. നമ്മൾ സ്പീക്കർ യൂസ് ചെയ്യുന്ന സമയത്ത് സ്പീക്കറിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ് ആ മൈക്ക് ഹോൾഡർ. ഇനി ഇതാണ് നമ്മുടെ മൈക്ക്. നല്ലൊരു ക്വാളിറ്റിയുടെ മൈക്കാണിത്. ഇതിൻ്റെ ബാറ്ററിയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്പീക്കറിൻ്റെ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ സ്വിച്ച് ഓഫ് ആക്കിയിട്ടിട്ട് വേണം നമ്മൾ ചാർജ് ചെയ്യാനായിട്ട്. ഇനി ഇത് കേബിളാണ്, ചാർജ് ചെയ്യുന്ന കേബിളാണത്. അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇതിന്. പിന്നെ ബാറ്ററിയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. 2 ബാറ്ററിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് സ്പീക്കർ ഒന്ന് നോക്കാം. ഫ്ലോർ സ്റ്റാൻഡിങ് ആയിട്ടുള്ള സ്പീക്കറാണ്. ഒരു ട്രോളി സിസ്റ്റം പോലെ നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടൊരു ഹാൻഡിലുണ്ട്. നമ്മൾ ഈ ട്രോളി ബാഗൊക്കെ പുള്ള് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മൂവ് ചെയ്ത് നമുക്കിത് എവിടെ വെക്കണം എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്കിത് മൂവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സ്പീക്കറാണ്. നല്ലൊരു കോമ്പാക്റ്റ് സൈസാണ്. അധികം സ്പേസ് ഒന്നും വേണ്ട, എന്നാലും നല്ല ഹൈ പെർഫോമൻസ് തരുന്ന ഒരു സ്പീക്കർ കൂടിയാണ്. ഇതിൻ്റെ ഒരു സൗണ്ട് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം കാണാം. ഇതിൽ തന്നെ ബിൽറ്റിൻ ആയിട്ടുള്ള ബ്ലൂടൂത്ത് ഉണ്ട്. പിന്നെ റെക്കോർഡർ, റിമോട്ട് കൺട്രോൾ എല്ലാം അവൈലബിൾ ആണ്, നമ്മൾ കണ്ടു. പിന്നെ ഇതിൻ്റെ പാർട്സ്, ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഇവിടെയാണ്, ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ ഈ മേളിൽ കാണുന്ന റെഡ് കളറിലുള്ളത് ഇതിൻ്റെ ബാസ് കൺട്രോൾ ചെയ്യാനും ട്രെബിള്, അതുപോലെ തന്നെ മാസ്റ്റർ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. ഈ ഒരു കണക്ടിവിറ്റി എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് യൂസർ മാനുവൽ വായിച്ച് നോക്കിയാൽ ക്ലിയർ ആയിട്ട് നമ്മൾ ഓരോ പോയിൻ്റ് വൈസായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ സ്പീക്കറിൻ്റെ ഒപ്പം തന്നെ ഒരു LED ഇൻഡിക്കേഷൻ നമുക്ക് കാണാം. അതായത് ഇതിൻ്റെ ബാറ്ററി ലോ ആവുന്ന സമയത്ത് ആ LED ലൈറ്റ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കും ഇത് ലോ ആണെന്നുള്ളത്. 2 മൈക്ക് ഇൻപുട്ട്സാണ് ഇതിലുള്ളത്. ഒരെണ്ണം വയർലെസ് മൈക്കാണ്. നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും കൂടി ഉണ്ട്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വരുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഇതിനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു സ്പീക്കർ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.